ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റിക്കൽ മേക്സ്. സോ നമുക്ക് ക്രാഫ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു കുക്കിംഗ് വീഡിയോയിലോട്ട് പോയാലോ? സോ ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഉള്ളിവടയാണ്. അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഉള്ളിയാണ്. ഞാനൊരു 3 ഉള്ളി നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. നമുക്ക് ഉള്ളിവട എത്ര വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഉള്ളി എടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ഒരു ക്യൂബ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. നമ്മൾ എപ്പോഴും ഇഞ്ചി ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. ഒരു 6 കറിവേപ്പില നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് പച്ചമുളകാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പും എല്ലാ കാര്യങ്ങളുമൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല രീതിയിലേക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് 15 മിനിറ്റത്തേക്ക് നമുക്ക് അടച്ച് വെക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വരും. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കിയപ്പോഴേക്കും കുറച്ച് വെള്ളമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് മുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ 1.5 സ്പൂൺ മുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. നമുക്ക് പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിലോട്ട് ഞാനൊരു 10 സ്പൂണ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്യുക. മൈദാമാവിൻ്റെ റേഷ്യോസ് എല്ലാം നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉള്ളിൽ നിന്ന് അത്ര വെള്ളമൊന്നും വരാത്തത് കൊണ്ട് മാവെല്ലാം ഒന്ന് ബൈൻഡ് ആയിട്ടില്ലായിരുന്നു. സോ ഞാനിതിലോട്ട് ഒരല്പം വെള്ളവും കൂടെ ആഡ് ചെയ്ത്, നമ്മൾ വെള്ളം ഒരുപാട് ആഡ് ചെയ്യരുത്, കുറച്ചേ ആഡ് ചെയ്യാവൂ. കാരണം നമുക്ക് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണ്ട. എന്നിട്ട് നല്ല രീതിയിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോഴേക്കും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നമുക്ക് മാവ് വേണോ ഇച്ചിരി വെള്ളം കൂടെ വേണോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാനൊരു ഊഹത്തിന് അത് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മളുടെ ആ ഒരു ഉള്ളിയും മാവും കൂടെ നല്ല രീതിയിലേക്ക് ബൈൻഡായിട്ട് വരുന്ന പോലെ എത്തിയിട്ടുണ്ട്. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിലും ഈ ഒരു രീതിയിൽ എത്തുമ്പോഴാണ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു മാവിനെ നമുക്ക് നല്ല രീതിയിലേക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് ഞാനൊരു 8 ഉള്ളിവടയോളമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഞാനൊരു പാത്രം എടുത്തു. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. എണ്ണയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഈ എണ്ണ ചൂടായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉള്ളി ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും എനിക്കറിയാൻ പറ്റുമല്ലോ എണ്ണ ചൂടാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ട് അതിലോട്ട് നമ്മുടെ ഉള്ളിവടയുടെ ഷേപ്പാക്കി വെച്ചിട്ടുള്ള മാവ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ആദ്യം സൈഡിലോട്ടായി പോയതുകൊണ്ട് ഞാനൊന്ന് സെൻറ്ററിലോട്ട് അതിനെ പിടിച്ചിടുന്നതാണ്. എന്നിട്ട് നല്ല രീതിയിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും നല്ല രീതിയിലേക്കൊന്ന് മുരിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വയ്ക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അകം വേവാതെ കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു കറക്റ്റായിട്ടുള്ളൊരു ക്രിസ്പിനെസ് കിട്ടത്തില്ല. സോ ബെറ്റർ എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ വച്ച് ഒന്ന് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കുക. ഞാൻ 2-3 തവണ തിരിച്ച് മറിച്ചും ഇട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം അതാണ് കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്കൊരു സിംഗിൾ സ്ട്രെച്ചിൽ തന്നെ 2 സൈഡും നമുക്കൊന്ന് മുരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ 2 ഉള്ളിവടയും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എണ്ണ തോർന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഉള്ളിവട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സോ എൻ്റെ ഒരു ഫേവറേറ്റ് സ്നാക്കാണ്. അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് അടുത്ത സെറ്റും കൂടെ നമുക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഉള്ളിവടയും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. സോ നമുക്ക് 8 ഉള്ളിവടയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്നാക്കും എനിക്ക് കഴിച്ചിട്ടും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.